താങ്കളൊരു ഒരു ഒരു കടുത്ത വാശിക്കാരനാണോ? കാര്യം പി വി ശ്രീജനോടൊക്കെ ഉള്ള വ്യക്തിപരമായ താങ്കളുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒരുപാട് കേസിനുമൊക്കെ വഴിവെച്ചിട്ടുണ്ട്. അയാളും പരമാവധി ശ്രമിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിലേക്കൊക്കെ കിറ്റക്സ് പോലെ നന്നായി നടക്കുന്നൊരു സ്ഥാപനത്തിലേക്കൊക്കെ ഒരുപാട് റെയ്ഡുകൾ കൊണ്ടുവരാനും ഒക്കെ പരോക്ഷമായിട്ടൊക്കെ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നത് നേരാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ ശത്രു മിത്രവും ഇല്ലെന്ന് പറയുന്ന പോലെ ഓരോ കാലത്തിനനുസരിച്ചാണല്ലോ തീരുമാനങ്ങൾ എടുക്കുക എപ്പോഴും പബ്ലിക് സർവീസിൽ. അങ്ങനെ ഈ പൊതുരംഗത്ത് താങ്കൾ ഒരു കർക്കശക്കാരൻ്റെ കുപ്പായം അണിഞ്ഞ് പി വി ശ്രീജനോട് ഏറ്റുമുട്ടുന്നത് കുന്നത്ത് നാടിൽ പ്രതിഫലിക്കുമോ? അല്ല, അതിനു മുമ്പ് ഈ കർക്കശക്കാരൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, എവിടെ അനീതി കണ്ടോ, എവിടെ അധർമ്മം കണ്ടോ അതിനെ എതിർക്കുക. ഒരാൾ കൈക്കൂലി ചോദിച്ചു കഴിഞ്ഞാൽ ആ ആളെ അതിനുവേണ്ടി ചോദിക്കുന്നത് ചിലപ്പോൾ 1000 റുപ്യ ആയിരിക്കും. അതിനുവേണ്ടി 1 ലക്ഷം മുടക്കിയാലും 10 ലക്ഷം മുടക്കിയാലും യുദ്ധം ചെയ്യണമെന്നാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേസമയത്ത് ഒരാളൊരു സഹായം ആവശ്യപ്പെട്ടാൽ അത് സ്വന്തം കരൾ തന്നെ എടുത്തു കൊടുക്കുന്ന ഒരാളായിരുന്നു. അത് തന്നെയാണ് ഞങ്ങളും പഠിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം ഇവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഞാൻ എതിർക്കുന്ന അതിനാണ്, എൻ്റെ വാശിയല്ല. ഇവർ നല്ല മനുഷ്യരാണെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഇവർ ഈ നാടിനെ നശിപ്പിക്കുന്നു, ഇവിടുത്തെ ജനങ്ങളെ നശിപ്പിക്കുന്നു, ജനങ്ങളെ കൊള്ളയടിക്കുന്നു. അതുകൊണ്ട് അതൊരു വൈരാഗ്യമാണ് എനിക്കത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അവർ ചെയ്യുന്ന അധർമ്മം, അനീതിയെ ഞാൻ എതിർക്കുന്നു. അതിനെ വാശിയായിട്ട് കണക്കണ്ടായിട്ടില്ല, എൻ്റെ ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ എറണാകുളം താങ്കൾ പറഞ്ഞ പോലെ ഈ 2020 ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. അത് കോൺഗ്രസ് തന്നെ കുറച്ച് ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തവണ UDFൻ്റെ കോട്ടകൾ അട്ടിമറിക്കാൻ 2020 കഴിയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് NDA യുടെ പിൻബലത്തിൽ? അല്ല, ഇതിൽ NDA കേരളത്തിലും മത്സരിക്കുന്നത് ആരെയും അട്ടിമറിക്കാനായിട്ടില്ല. UDFനോ LDFനോ അട്ടിമറിക്കാനില്ല. മറിച്ച് NDAയുടെ നേതൃത്വത്തിൽ ഒരു ഭരണം കേരളത്തിൽ വന്നാൽ മാത്രമാണ് കേരളത്തിന് രക്ഷയുള്ളൂ. കാരണം ഇപ്പോൾ 6.5 ലക്ഷം കോടി കടമാണ് നമ്മളിത്. ഇവിടെ ഒന്നും നമ്മൾ സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ടില്ല. ഇവിടെ ഭരിക്കുന്നവർ കിട്ടുന്ന സമയത്തിനുള്ളിൽ പരമാവധി ഈ രാജ്യത്തെ കൊള്ളയടിച്ച് സമ്പാദിക്കാൻ മാത്രമാണ് അവരുടെ ശ്രദ്ധ. രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ വളർന്നു വരുന്ന പുതിയ തലമുറയുടെ ഭാവിയെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരണമെങ്കിൽ, കേരളത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ NDAയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് വരണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് LDF UDF അല്ലെങ്കിൽ ഇന്നവരെ അതിനു വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. NDAയുടെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ അതിന് സാധ്യതയുണ്ടോ? കാര്യം നമുക്ക് ഈ വോട്ട് ഷെയറും കേരളത്തിലെ പൊളിറ്റിക്കൽ പോളറൈസേഷനും ഒക്കെ ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഈ തവണത്തെ ഇലക്ഷനിലുണ്ടോ? BJPക്കാർ ഒരു 2031 പറയുന്നുള്ളൂ. അങ്ങനെ അപ്പം പിന്നെ എങ്ങനെ കിഴക്കമ്പലത്തെ സാബു ജേക്കബിന് ഇത്തവണ വരുമെന്ന് പറയാൻ പറ്റുക? അതിൽ ഈ ആദ്യം മുതൽ BJPയിലുള്ള താഴേക്കിടയുള്ള ചില നേതാക്കന്മാർ വിചാരിച്ചിരുന്നു ഒരിക്കലും കേരളത്തിൽ BJP അധികാരത്തിൽ വരില്ല എന്നാണത്. പക്ഷേ അതിന് ശേഷമാണ് 2020യും ഇപ്പോൾ ഏതാണ്ട് 3-4 വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിൽ ചേർന്നിട്ട് 14 സഖ്യകക്ഷികളുള്ളൊരു സഖ്യമാണ് NDA ഇപ്പോൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്ഥിതി മാറിയിരിക്കുന്നു എന്നുള്ളതാണത്. പിന്നെ 2020 കൂടി കൂടുതൽ വരുമ്പോൾ പല സ്ഥലങ്ങളിലും 2020ക്ക് കിട്ടിയ വോട്ട് ഷെയറും അല്ലെങ്കിൽ BJPക്ക് കിട്ടിയ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് രണ്ടും കൂട്ടിയാൽ തന്നെ, കുന്നത്തുനാട്, ഇത് രണ്ടും കൂട്ടിയാൽ മാത്രം തന്നെ വിജയം സുനിശ്ചിതമാണ് അതോടെ. അപ്പോൾ ആദ്യം ഒന്നും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ 3 സീറ്റ് 4 സീറ്റായി, അതിനുശേഷം 2 ഡിജിറ്റ് കയറുന്നതായി, ഇപ്പോൾ അത് മാറി 20-30 സീറ്റുകളെന്നായി. ഇപ്പോൾ ഇന്നലെ ഞങ്ങളുടെ പ്രകടന പത്രിക ഇറക്കിയിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇനിയും ആ സ്ഥിതിവിശേഷം മാറും. NDA ഈ തവണ തന്നെ അധികാരത്തിലേക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്കുണ്ട് ആ വിശ്വാസം. നമ്മൾ ഇനി കാണേണ്ടി വരും. ഏതെങ്കിലും നേതാക്കന്മാർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ലാത്ത ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നുണ്ടെങ്കിൽ അത് അവരുടെ വീക്ഷണക്കുറവായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വ്യവസായത്തിൽ താങ്കൾ അടിമുടി പ്രൊഫഷണലായ ഒരാളാണ്, എനിക്കറിയാം. ആ പ്രൊഫഷണലിസം താങ്കൾക്ക് ഈ പാർട്ടി സെറ്റപ്പ് ഉണ്ടാക്കുന്നതിനും അതിൻ്റെ ചീഫ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുമ്പോഴും അത് എത്രമാത്രം താങ്കൾക്ക് ഉപകരിച്ചിട്ടുണ്ട്? താങ്കൾക്ക് റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? അല്ല, ഈ വ്യവസായത്തിൽ 100% നമ്മളൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ് നടത്തുന്നത്. അതാണ് ഒരു വ്യവസായി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴൊരു വ്യത്യാസം. ഒരു രാഷ്ട്രീയക്കാരൻ വ്യവസായത്തിലേക്ക് പോയാൽ എത്ര സക്സസ് ആവും എന്ന് അവരുടെ ഭാഗ്യത്തിനനുസരിച്ചിരിക്കും. അതേസമയത്ത് ഒരു വ്യവസായി, അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വ്യവസായി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ
അതേ രീതിയിലൊരു വീക്ഷണം രാഷ്ട്രീയത്തിൽ ആ പ്രൊഫഷണലിസം അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 14 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വലിയ കോളിളക്കങ്ങൾ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കിഴക്കമ്പലം പഞ്ചായത്ത് 15 ഞങ്ങൾ അധികാരം ഏറ്റെടുക്കുമ്പോൾ 39 ലക്ഷം കടമുണ്ടായിരുന്നത് 5 വർഷം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു പഞ്ചായത്താക്കി മാറ്റിയതിന് ശേഷം 13,57,00,000 രൂപ അവിടെ നിക്ഷേപം സാധിച്ചു. അതിപ്പോൾ 10 വർഷം പൂർത്തിയാകും. സംസ്ഥാന തലത്തിൽ വരാൻ പറ്റും എന്നാണ് താങ്കൾക്ക് പഞ്ചായത്ത് തലത്തിൽ പരീക്ഷണം? തീർച്ചയായിട്ടും പറ്റും. അത് തന്നെയാണ് ഇന്നലത്തെ പ്രകടന പത്രികയിൽ. ഇതുവരെ LDF ഓ UDF ഓ ഈ കേരളത്തിൻ്റെ പൊതു കടം കുറയ്ക്കുന്നതിനെ പറ്റിയോ അതിനൊരു വഴി പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇത്രയും അധികം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 6 ലക്ഷം കോടി കടം 7 വർഷം കൊണ്ട് അല്ലെങ്കിൽ 8 വർഷം കൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് കുറച്ചു കൊണ്ടുവന്ന് 9ാം വർഷം ഞങ്ങൾ മിച്ച ബഡ്ജറ്റായിട്ട് ഡെപ്പോസിറ്റ് ഇടും. അതായത് ഞങ്ങൾ 2020 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ അതേ മെത്തേഡിൽ തന്നെ കേരള ഖജനാവിൽ കടം 0 ആക്കി ഞങ്ങൾ മിച്ച ബഡ്ജറ്റാക്കി ഡെപ്പോസിറ്റ് ഇടുന്ന സാഹചര്യം 9ാം വർഷത്തിനുള്ളിൽ ഉണ്ടാക്കുമെന്ന് പറയുന്നത്. ആർക്കാണ് അതിന് ധൈര്യമുള്ളത്? LDFന് പറയാൻ സാധിക്കുമോ? ഓക്കെ, UDFന് പറയാൻ സാധിക്കുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.